മറ്റൊരു വാർത്തയിലേക്ക്. എറണാകുളം നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ 2 CSF ഉദ്യോഗസ്ഥരെ റിമാൻഡ് ചെയ്തു. കോടതിക്ക് പുറത്ത് യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതിഷേധിച്ചു. മൂസീന സൂചനകൾ നൽകാനായി. മൂസീന, എപ്പോഴായിരുന്നു ഈ പ്രതിഷേധം അവസാനിച്ചിട്ടുണ്ടോ മറ്റു വിവരങ്ങൾ? പ്രതികളെ കോടതിയിൽ നിന്ന് പുറത്തിറക്കിയ സമയത്തായിരുന്നു ഇത്തരത്തിലൊരു പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അവർക്കെതിരെ വലിയ രീതിയിലുള്ള മുദ്രാവാക്യങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, അതിക്രൂരമായ ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. CSF ഉദ്യോഗസ്ഥരായ വിനയ് കുമാർ അതുപോലെ തന്നെ മോഹൻ, ഈ 2 പേരെയാണ് പോലീസ് പ്രതി ചേർക്കുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഇപ്പോൾ 14 ദിവസത്തേക്കാണ് അങ്കമാലി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഈ മാസം 29 വരെയാണ് പ്രതികളെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിനുശേഷം ഇതിനിടെ തന്നെ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. ഈ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലും മറ്റ് തെളിവെടുപ്പൊക്കെ തന്നെ ഈ പ്രതികളുടെ സാന്നിധ്യത്തിൽ നടത്തേണ്ടിയിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനായി പോലീസ് ഉടൻ തന്നെ കസ്റ്റഡി അപേക്ഷ നൽകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കൊല്ലപ്പെട്ട ഐവിൻ ജിജോയുടെ മൃതദേഹം സംസ്കരിച്ചു. വളരെ വൈകാരികമായ നിമിഷങ്ങളായിരുന്നു ആ വീട്ടിലും അതുപോലെ തന്നെ മൃതദേഹം സംസ്കരിച്ച പള്ളി അങ്കണത്തിൽ, സെന്റ് അഗസ്റ്റിൻ പള്ളി അങ്കണത്തിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള ആളുകൾ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. വൈകിട്ട് 4 മണിയോടുകൂടിയാണ് മൃതദേഹം സംസ്കരിച്ചത്. ശരി, മൂസീന സുഹാണ് വിവരങ്ങൾ നൽകിയത്.